നമസ്കാരം. പ്രധാന വാർത്തകൾ. ബാർക്കോഴ വിവാദം അന്വേഷണം ആവശ്യപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം, ജലപീരങ്കി പ്രയോഗിച്ചു. ബാർക്കോഴ വിവാദത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിന് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർ തെറിച്ചു വീണു. പ്രവർത്തകർ ബാരിക്കേഡുകൾ ഭേദിച്ച് പ്രതിഷേധിക്കുകയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വൈക്കത്തെ ക്ഷേത്രകുളത്തിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. വൈക്കം ആറാട്ടുകുളങ്ങര കുളത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം തിരുവഞ്ചൂർ കുന്നുംപുറത്ത് ഭാസ്കരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 72 വയസ്സായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് തവണിക്കടവിലുള്ള അടുത്ത ബന്ധുവിന്റെ വീട്ടിൽ കോട്ടയത്തേക്ക് യാത്ര തിരിച്ച ഭാസ്കരനെ കാണാതാവുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിനായി തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് രാവിലെ മൃതദേഹം ആറാട്ടുകുളങ്ങര കുളത്തിൽ കണ്ടെത്തിയത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് അന്വേഷണത്തിൽ ദുരൂഹതയില്ലെന്ന് അറിയിച്ചു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പെരിയാറിലെ മത്സ്യക്കുരുതി രാസമാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. പെരിയാറിലെ മത്സ്യങ്ങൾ ചത്തതിൽ 13.56 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കിവിട്ടതായി കണ്ടെത്തിയിട്ടില്ല. പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജ് തുറന്നപ്പോൾ മേൽത്തട്ടിൽ നിന്നുള്ള ഓക്സിജൻ കുറഞ്ഞ ജലം ഒഴുകിയെത്തിയതാണ് അപകട കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയത്തിൽ TJ വിനോദ് MLA സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. നഷ്ടപരിഹാരം സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തെ തുടർന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർവേലൻസ് സംഘം പരിശോധന നടത്തിയിരുന്നു. വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ചതിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് മത്സ്യങ്ങൾക്ക് ജീവിക്കുന്നതിനാവശ്യമായ അളവിലും കുറവായി കാണപ്പെട്ടു. മഴ ശക്തിപ്പെട്ടതിനെ തുടർന്ന് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ തുറന്നപ്പോൾ റെഗുലേറ്ററിന് മുകൾ വശത്ത് നിന്ന് ഓക്സിജന്റെ അളവ് കുറഞ്ഞ ജലം കൂടിയ അളവിൽ ഒഴുകിയെത്തിയതാണ് മത്സ്യനാശത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. മഴ മുന്നറിയിപ്പിൽ മാറ്റം. സംസ്ഥാനത്ത് ഇന്നും നാളെയും തീവ്ര മഴയില്ല. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്നും നാളെയും ഒരു ജില്ലയിലും തീവ്രമഴ മുന്നറിയിപ്പില്ല. നേരത്തെ കണ്ണൂരിലും കാസർഗോഡും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇത് പിൻവലിച്ചു. പകരം യെല്ലോ അലർട്ടാണ് ജില്ലകളിൽ. ഇന്ന് കണ്ണൂരിനും കാസർഗോഡിനും പുറമെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച വടക്കൻ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഷാഫി പറമ്പിൽ MLA സ്ഥാനം രാജിവെച്ചു. വടകരയിൽ നിന്ന് ലോക്സഭാംഗമായി വിജയിച്ച ഷാഫി പറമ്പിൽ പാലക്കാട് നിയോജകമണ്ഡലം MLA സ്ഥാനം രാജിവെച്ചു. സ്പീക്കർ AN ഷംസീറിന്റെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് രാജി സമർപ്പിച്ചത്. ഇതോടെ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF-നൊപ്പം നിന്ന മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ E. ശ്രീധരനെ ഇറക്കി BJP കളം നിറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ ജയിച്ചത് 3859 വോട്ടിനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് UDF-ന് 52,779 വോട്ടാണ് ലഭിച്ചത്. രണ്ടാമതെത്തിയ BJP-യേക്കാൾ 9,707 വോട്ട് UDF-ന് അധികം ലഭിച്ചു.